ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത് +2 അക്കൗണ്ടൻസിയിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. പബ്ലിക് എക്സാമുകൾക്കും ഇംപ്രൂവ്മെൻറ്റ് എക്സാമുകൾക്കും 3 മാർക്കിനും 5 മാർക്കിനും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഡ്രോയിങ്സ് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അവിടെ പാർട്ട്ണർ എന്തായാലും ഒരു നിശ്ചിത എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. അയാളുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ആ ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യുകയും ചെയ്യും. ആ സമയത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഇത് പല മെത്തേഡുകളിലായിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഏതൊക്കെ മെത്തേഡ് എന്ന് നോക്കാം. മെത്തേഡുകൾ ഇങ്ങനെയൊക്കെയാണ്, നമുക്ക് നോക്കാം. വെർ ദ ഡേറ്റ് ഓഫ് ഡ്രോയിങ്സ് മെയ്ഡ് ഡ്യൂറിങ് ദ 12-month പീരീഡ് ഈസ് നോട്ട് ഗിവൺ. ഒരു വർഷത്തിൽ എപ്പോഴാണ് വിഡ്രോ ചെയ്തതെന്ന് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ 6 month ആയിട്ട് ആവറേജ് പീരീഡ് എടുത്തിട്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്തിൻ്റെ ഫസ്റ്റിൽ വിഡ്രോ ചെയ്യുമ്പോൾ 6.5 ആണ്, മിഡിലിൽ 6 month, ലാസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് പറയുമ്പോൾ 5.5, ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ 7.5, മിഡിൽ ഓഫ് ഈച്ച് ക്വാർട്ടർ 6, എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ 4.5. വേരിയസ് ഡേറ്റ്സ് ആർ ക്ലിയർലി സ്റ്റേറ്റഡ്. അതായത് വിഡ്രോ ചെയ്തിട്ടുള്ള ഡേറ്റ് കറക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് മെത്തേഡ് എന്നുള്ള രീതിയിലാണ് ചെയ്യുക. അപ്പോൾ എക്സാമുകൾക്ക് കൂടുതലും ഈ ഒരു മെത്തേഡുകൾ 2-3 മാർക്കിനാണ് ചോദിച്ചു വരാറ്. ഇത് ശരിക്കും റെയർ കേസായിട്ടാണ് ഈ ഒരു ക്വാർട്ടർലി ആയിട്ട് നമ്മൾ ചോദിക്കാറുള്ളത്. കൂടുതലും ഈ ഒരു ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത്, മിഡിൽ എവരി മന്ത്, ഈ ഒരു 3 എണ്ണമാണ് എക്സാമുകൾക്ക് കൂടുതലായിട്ടും ചോദിച്ച് കാണാറ്. 2-3 മാർക്കിന് ഉറപ്പായിട്ട് നമുക്ക് ഇത് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. പിന്നെയുള്ളതാണ് ഈ ഒരു പ്രൊഡക്റ്റ് മെത്തേഡ്. 5 മാർക്കിന് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചോദിക്കുകയാണെങ്കിൽ അത് പ്രൊഡക്റ്റ് മെത്തേഡിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് 2 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: അരുൺ കുമാർ ഈസ് പാർട്ട്ണർ ഇൻ എ ഫേം ഹൂ ഡ്രോസ് 4,000 ഈച്ച് എവറി മന്ത് ഫ്രം ദ ഫേം for which interest is charged at 8% per annum. Find the amount of interest on drawings assuming that he draws the amount on the first day of every month, last day of every month, 15th day of every month, അതായത് മിഡിൽ ഓഫ് എവരി മന്ത്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് അരുൺ കുമാർ എന്ന പാർട്ട്ണർ ഒരു ഫേമിൽ നിന്ന് 4,000 രൂപ മാസത്തിൽ വിഡ്രോ ചെയ്യാണ്. അപ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തിട്ടുള്ളത് 8% per annum. 4,000 എന്ന് പറയുന്നത് അവർ മാസത്തിൽ വിഡ്രോ ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ഇയർലി ആയിട്ട് കാണണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 4,000 ഇൻറ്റു 12 ചെയ്യണം, 48,000. ഇതാണ് ഒരു വർഷത്തിൽ വിഡ്രോ ചെയ്തിട്ടുള്ള എമൗണ്ട്. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് എന്നാണ്. നമ്മളിവിടെ പഠിച്ചു ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് എന്ന് പറയുന്നത് 6.5 ആണ് ആവറേജ് പീരീഡ്. അപ്പോൾ നമ്മളിവിടെ 6.5. ലാസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് എന്ന് പറയുന്നത് ലാസ്റ്റ് ഡേ പറയുന്നത് 5.5ഉം മിഡിൽ ഓഫ് മന്ത് എന്ന് പറയുന്നത് 6 ആണ്. ഇത് ശരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ആവറേജ് പീരീഡുകൾ നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഇതിൽ 3 മാർക്കാണ് കിട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് പ്രീവിയസ് ഇയറിൽ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ ഒരു പീരീഡ് തെറ്റുകൂടാതെ എല്ലാവരും പഠിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്തിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ്. അതിന് നമുക്ക് 48,000 അവരുടെ ടോട്ടൽ എമൗണ്ട് എടുക്കുക. 48,000 ഇൻറ്റു എത്രയാണ് പെർസെൻറ്റേജ്? 8%. അപ്പോൾ നമ്മൾ 8/100 ഇൻറ്റു ഫസ്റ്റ് ഡേ പറയുന്നത് 6.5 ആണ്. അപ്പോൾ നമ്മൾ 6.5/12 ചെയ്യണം. $2,080. ഇതാണ് ഫസ്റ്റ് ഡേ അവരുടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ഡേ ഓഫ് മന്ത് നോക്കാം. അതിൽ നോക്കുമ്പോൾ ഇതേപോലെ തന്നെയാണ്. 48,000 ഇൻറ്റു 8/100 ഇൻറ്റു ലാസ്റ്റ് ഡേ നമ്മൾ പറഞ്ഞു 5.5 ആണെന്ന്. അപ്പോൾ നമ്മളിവിടെ 5.5/12 ചെയ്യണം. നോക്കൂ, 1,760 ലാസ്റ്റ് ഡേയിലും. ഇനി സി ആണ്, മിഡിൽ ഓഫ് എവരി മന്ത് ആണ്. സെയിം ആയിട്ട് 48,000 ഇൻറ്റു 8/100 ഇൻറ്റു നമ്മുടെ 6 ആണ്. അപ്പോൾ 6/12.
നമുക്ക് നോക്കാം. $1920. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ആവറേജ് പീരീഡ് അറിയുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഇതിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ ഉള്ളതാണ് നമ്മുടെ ഈ ക്വാർട്ടർലി ആയിട്ട് നമ്മൾ ചെയ്യണത്. അത്രയ്ക്ക് ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ ഇത് ചെയ്യുകയാണെങ്കിലും ഇതേപോലെ തന്നെയാണ്. പക്ഷെ നമ്മളിവിടെ വർഷത്തിൽ ചെയ്തപ്പോഴാണ് നമ്മൾ 4000 × 12 വെച്ചിട്ട് ചെയ്തത്. ക്വാർട്ടർലി ആയിട്ട് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ 4000 × 4, ക്വാർട്ടർലി പറയുമ്പോൾ 4 ആണല്ലോ, അപ്പോൾ ആ 4000 × 4 8000 വെച്ചിട്ടാണ്. പിന്നെ ഇവിടെ 48,000 വരെ 8000 വെച്ചിട്ട് അങ്ങനെ ചെയ്യും. അത് അത്രയ്ക്ക് ചോദിക്കാത്തതുകൊണ്ടാണ് ഞാനിവിടെ ആ ഒരു ക്വസ്റ്റ്യൻ മെത്തേഡ് എടുക്കാതിരുന്നത്. പിന്നെയുള്ളതാണ് നമുക്കുള്ളത് പ്രൊഡക്റ്റ് മെത്തേഡ്. അത് ഉറപ്പായിട്ടും 5 മാർക്കിനാണ് ചോദിച്ച് കാണാറ്. അതിൽ ശരിക്കും വിഡ്രോ ചെയ്തിട്ടുള്ള ഡേറ്റ് തന്നിട്ടുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പ്രൊഡക്റ്റ് മെത്തേഡിലെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: മോഹൻ എ പാർട്ട്ണർ ഇൻ എ ഫേം വിഡ്രോ ദ ഫോളോയിങ് എമൗണ്ട്സ് ഡ്യൂറിങ് ദ ഇയർ 2010. ഫെബ്രുവരി 1 2000 വിഡ്രോ ചെയ്തു, മെയ് 1 5000, ജൂൺ 30 2000, ഒക്ടോബർ 31 6000, ഡിസംബർ 31 2000. The interest on drawings is to be charged at 15% per annum, assuming the accounting year closes on December 31st. Calculate the interest on drawings chargeable to the partner. ഈ ഒരു പാർട്ട്ണർ വിഡ്രോ ഒരു വർഷത്തിൽ ഇത്രയും തവണ വിഡ്രോ ചെയ്തു എന്നാണ് പറയുന്നത്. അവരുടെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തിട്ടുള്ളത് 15%. അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്യുന്നത് 31st. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലാണ്, പക്ഷേ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു വൃത്തിയായിട്ട് നമുക്ക് ചെയ്യേണ്ട ആൻസർ പേപ്പറിൽ. അപ്പോൾ നമ്മൾ 4 ബോക്സ് ആയിട്ട് കൊടുക്കുക ആൻസർ പേപ്പറിൽ. എന്നിട്ട് നമുക്ക് കൊടുക്കാം ഡേറ്റ്. ഇതേ ഡേറ്റ് തന്നെയാണ് കേട്ടോ ഇവിടെ എഴുതുക. പിന്നെ നമ്മൾ എമൗണ്ട് കൊടുക്കും, പിന്നെ പീരീഡ് കൊടുക്കും, അതായത് മന്തിന് തന്നെയാണ് നമ്മളിവിടെ പറയുക. പിന്നെയാണ് പ്രൊഡക്റ്റ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇത് അതേപോലെ അങ്ങോട്ട് എടുത്തെഴുതാം. അപ്പോൾ ഇതേ നോക്കൂ, ഡേറ്റും എമൗണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫെബ്രുവരി 1 2000, മെയ് 1 5000. ക്വസ്റ്റ്യൻ എന്താണ് അതേപോലെ എടുത്തെഴുതാണ്. ജൂൺ 30 2000, ഒക്ടോബർ 31 6000, ഡിസംബർ 30 2000. ഇനി നമുക്ക് കാണാനുള്ളതാണ് ഈ പീരീഡ്. അതായത് വിഡ്രോ ചെയ്തിട്ടുള്ള ആ ഒരു എമൗണ്ട് എത്ര മന്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഫെബ്രുവരി 1 തൊട്ടിട്ട് അവർ വിഡ്രോ ചെയ്തിട്ട് ഡിസംബർ 31 വരെ വിഡ്രോ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ ഡിസംബർ 31 പറയുന്നത്. ഇതുവരെയാണ് നമ്മൾ മന്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ഫെബ്രുവരി 1 പറയുമ്പോൾ ഫെബ്രുവരി മാസം കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഡിസംബർ വരെ കാൽക്കുലേറ്റ് ചെയ്യുക. ഫെബ്രുവരി പറഞ്ഞാൽ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 11. അപ്പോൾ ഇവിടെ നമ്മൾ 11 കൊടുക്കും. ഇങ്ങനെയാണ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ നോക്കൂ, മെയ് 1, അപ്പോൾ മെയ് മാസം കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ മെയ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ മെയ് കഴിഞ്ഞാൽ മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 8 മന്തിലായിട്ടുണ്ട്. ജൂൺ 30 പറയുമ്പോൾ ജൂൺ മാസം കഴിഞ്ഞു. ഇനി 30, 31 അതൊന്നും നമ്മൾ നോക്കണ്ട. ഈ 30 കഴിഞ്ഞു എന്നാണ്. അപ്പോൾ നമ്മൾ ജൂൺ എടുക്കാനേ പാടില്ല. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പോൾ 6 കൊടുത്തു. ഒക്ടോബർ 31, അപ്പോൾ ഒക്ടോബർ മാസം ഇല്ല. അപ്പോൾ നമ്മൾ നവംബർ, ഡിസംബർ 2 കൊടുക്കുന്നു. പിന്നെ ഡിസംബർ ലാസ്റ്റ് 31 ആണല്ലോ, അപ്പോൾ അവിടെ ഒന്നുമില്ല, 0. ഇനിയാണ് പ്രൊഡക്റ്റ്. ഇവിടെ നമ്മൾ എങ്ങനെ പ്രൊഡക്റ്റ് കാണുക ചോദിച്ചാൽ എമൗണ്ട് ഇൻറ്റു പീരീഡ് ആണ് പ്രൊഡക്റ്റ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഇൻറ്റു ചെയ്തിട്ട് ഇവിടെ കൊടുക്കണം. 2000 × 11 പറയുന്നത് 22,000. അതുപോലെ 5000 × 8 ചെയ്യണം നമ്മൾ. ചെയ്യാൻ കുറവാണ് ശരിക്കും. ഇപ്പോൾ പഠിച്ചിട്ട് ഈ എക്സാമിന് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പോവുകയാണെങ്കിൽ എന്തായാലും മാർക്ക് കിട്ടുന്നതായിരിക്കും. 12 ചെയ്യാം. 2000 × 0 തന്നെയാണ്. കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു മെത്തേഡ് എങ്ങനെയാണെന്നാണ്. നമ്മൾ സം ഓഫ് ദി പ്രൊഡക്റ്റ് എടുക്കണം. അതായത് പ്രൊഡക്റ്റ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് എത്രയാണ് നമുക്ക് കിട്ടുക എന്ന് നമുക്ക് എഴുതി വയ്ക്കണം. 22,000 പ്ലസ് 40,000 പ്ലസ് 12,000 പ്ലസ് 12,000 ആണ്. ടോട്ടൽ 86,000 ആണ് വരുന്നത്. ഇനി നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാം.
സം ഓഫ് ദി പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ 86,000 ഇൻറ്റു നമ്മുടെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തിട്ടുള്ളത് 15%. അപ്പോൾ 15/100 ഇൻറ്റു 1/12. ഇതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പ്രൊഡക്റ്റ് മെത്തേഡിൽ വരുമ്പോൾ നമ്മൾ പീരീഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ഇവിടെ എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ 1/12 തന്നെ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എത്രയാണെന്ന് നോക്കാം. 1075. ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഈ ഒരു മെത്തേഡിൽ ഇത്രയും നമുക്ക് ചെയ്യാനുണ്ട്. ഇത് എന്തായാലും എക്സാമിന് വരികയാണെങ്കിൽ 5 മാർക്ക് വരെ പ്രതീക്ഷിക്കാം. ഇങ്ങനെയുള്ളതാണ് കൂടുതലും 2 മാർക്കിന് 3 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ആവറേജ് പീരീഡ് കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്കിതിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്